ഹലോ നമസ്കാരം. എൻ്റെ പേര് നിഷാദാണ്. അപ്പോൾ ഞാൻ നമ്മൾ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ എല്ലാ ദിവസവും ആ ചാനലിൽ വരുന്ന ന്യൂസൊക്കെ ഒരു ഇതൊക്കെ ഞാൻ ഡെയിലി കാണാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ. ബാക്കി ചെറിയ ചെറിയ റീൽസൊക്കെ ആദ്യം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എന്നും തുടർച്ചയായി ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ വിഷയവും അതുപോലെ തന്നെ ഈ മറുനാടനും തമ്മിലുള്ള ഒരു സംഭാഷണം പല സിറ്റുവേഷനിലും എനിക്കത് കാണേണ്ടി വന്നു. കാരണം നമ്മൾ പൊതുവേ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് എന്താണിതിൽ വാസ്തവം എന്നുള്ളത് ഞാൻ പൊതുവേ ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ എനിക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുവിധം കുറേയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ന്യൂസായിട്ട് വരുന്നുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുവിധം പല ഫ്രോഡ്പരമായിട്ടുള്ള കുറേ വാർത്തകളും അതുപോലെ കുറേ നല്ല വാർത്തകളൊക്കെ, കൂടാതെ തന്നെ ചില വാർത്തകൾ വളരെ മോശമായിട്ടുള്ള വാർത്തകളും വരലുണ്ട്. അതിലിപ്പോൾ ഒന്നും പറയാനുള്ളത്, ഇപ്പോൾ ഈ ബോച്ചട്ടി എന്ന് പറയുന്ന ഈ ചായപ്പൊടിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ന്യൂസൊക്കെ എനിക്കൊരു സാധാരണക്കാരനെന്ന ലെവലിൽ വളരെ മോശമായിട്ട് തന്നെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഈ മോശം അഭിപ്രായങ്ങൾ സാജൻ എപ്പോഴും തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആ ടീ ഇതുവരെ ഞാൻ വാങ്ങിയില്ല. ഇപ്പം ഞാൻ ഇന്നൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് നമുക്ക് വരുന്ന പ്രൈസ് വരുന്നത് 40 രൂപയാണ്. എനിക്ക് തോന്നുന്നതൊരു എത്ര ഗ്രാം ഉണ്ടെന്ന് വെച്ചാൽ 100 ഗ്രാമായിട്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നല്ല ഞാൻ എപ്പോഴേലും പറയുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. യൂസ് ചെയ്തവരൊന്നും കുഴപ്പമില്ലാന്ന് പറയുന്നത്. അതുപോലെ അവൻ്റെ കൂപ്പണ് എൻ്റെ മൊബൈൽ സ്കാൻ ചെയ്തിട്ട് ഒരു QR കോഡൊക്കെ വന്ന് അപ്പോൾ ഒന്ന് തിരഞ്ഞെടുക്കും, അതിൽ താങ്കളുടെ പേരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൊബൈലിൽ അതൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാവും. അത് ആ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നു അതിനനുസരിച്ച് ഉണ്ടാവും ലാഭം നഷ്ടം. ബോച്ചെ എനിക്ക് തോന്നുന്ന ഈ പ്രൈസൊക്കെ കൊടുക്കാൻ കാരണം അയാളെ എത്രയും പെട്ടെന്ന് അയാളെ ബ്രാൻഡ് എല്ലായിടത്തും എത്തണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാവും. കാരണം ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട് അത് സാധനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ളൊരു മൂവിങ്ങിനേക്കാൾ നല്ലത് ഇത്രതരം പ്രൈസും കാര്യങ്ങളും ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ആവേശം ഉണ്ടാവും. അത്യാവശ്യം ബിസിനസ് മൈൻഡുള്ള ആൾ തന്നെയാണ് അയാൾ. അപ്പോൾ അത്തരത്തിലാണ് അയാൾ ഈ പ്രൈസൊക്കെ കൊടുക്കാൻ ചാൻസ്. നമ്മൾ ഒരു നാട്ടിലൊരു പാലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ഈ കടകളിൽ കൂടിയൊക്കെ നമ്മൾ സാധാ എല്ലാവരും കൊടുക്കുന്ന പോലെ സാധനം കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് പെട്ടെന്നൊന്നും ഇതിൻ്റെ ഒരു സെയിലിലൊരു ഗ്രോത്ത് കിട്ടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പാലിൻ്റെ പരസ്യം നന്നായിട്ട് ചെയ്യുമ്പോഴുള്ളൂ നമുക്കും സെയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ഈ ചായപ്പൊടിയിൽ ബോച്ചേ ചെയ്യണുള്ളൂ. പക്ഷേ ഇത് ഫുള്ളും തട്ടിപ്പാണ്. ഇത് ജനങ്ങളിൽ എത്തുന്നത് വളരെ തട്ടിപ്പോട് കൂടിയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് സാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിശദീകരിക്കാൻ നിന്നാൽ കുറേ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് ബിസിനസ്സിനും അതിൻ്റേതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഇയാൾ ഈ പറയുന്ന പോലത്തെ ഒരു തട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വീട്ടിലും വാങ്ങും. എല്ലാവരും വീട്ടിൽ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. ഒരു 500, 600, 400 രൂപക്കൊക്കെ ഡെയിലി വീട്ട് ഉപയോഗ സാധനങ്ങൾ നമ്മളെല്ലാ ദിവസവും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമുക്കൊരു പ്രോഫിറ്റ് ഒന്നുമില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മളെ ആവശ്യങ്ങൾ നടക്കുന്നു, നമ്മളങ്ങനെ പിരിഞ്ഞു പോകുന്നു. ഇതിപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന 40 രൂപയ്ക്ക് അയാൾ നമുക്ക് ചായപ്പൊടി തരുന്നുണ്ട്. അതിന് പുറമെ അയാൾ സംഭവം ക്ലിക്കാകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും അയാൾ ഓഫറായിട്ട് കൊടുക്കണമെന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാനോ ഒന്നും എനിക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ വളരെ കുറച്ച് കമ്പനികൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളിൽ അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ റേറ്റ് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൂ. കാരണം എല്ലാ യൂട്യൂബർ ചാനലിനെ പോലെ അയാൾ എന്തെങ്കിലും കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് തുടർച്ചയായി അയാൾ ഇങ്ങനെ എന്തെങ്കിലും അവതരിപ്പിച്ച് കഴിഞ്ഞാലൊന്നും അയാളുടെ റീച്ച് കൂടില്ല.
അപ്പോൾ അത്തരത്തിൽ അയാൾ സാജൻ സക്രിയ മൂപ്പരെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ബോച്ചെ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഫാൻസും കാര്യങ്ങളും കൂടെ അത്യാവശ്യം ഒരു ഫിലിം സ്റ്റാറുകളൊക്കെ അതേ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് ആൾ ഓരോ കാര്യങ്ങൾ അത് അയാളെ കഴിവ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ പിന്നാലെ കൂടിയിട്ട് വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക, ഓരോ പ്രശ്നം പറഞ്ഞിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ കുറച്ച് വീഡിയോസ് ഇടുക. പിന്നെ ആൾ നോർമൽ നാട്ടിലെ കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് സത്യസന്ധമായിട്ടുള്ള വാർത്തകളും ഇടുക. അപ്പോൾ എന്തായാലും ഇത് പൊതുവെ എല്ലാവരും ബോച്ചനെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ഈ ചായപ്പൊടി തട്ടിപ്പാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ന്യൂസൊന്നും വല്ലാതെ കേൾക്കാത്തതാണെങ്കിൽ ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം സാജൻ ഈ ന്യൂസുകൾ ഇങ്ങനെ കണ്ടൻറ്റ് ചെയ്യുക. അപ്പോൾ അത് വളരെ മോശമാണ്. ഒരു വ്യക്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ബോച്ചൻ്റെ ഒക്കെ പല വീഡിയോ ഞാൻ കാണലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയല്ലേ, ആളെ ജ്വല്ലറിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിനെ കാണിച്ചു തന്നാൽ ഞാൻ സാജൻ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം. സാജൻ അങ്ങനത്തെ ഒരാളെ ഇന്നെ പറ്റിച്ചിട്ടുണ്ട്, ഇന്നെ ഇത്ര രൂപ ഇന്നെ സമയത്ത് എനിക്ക് കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ഉത്തരം ഇതുവരെ സാജൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളെ കണ്ടെത്തുക, അതൊക്കെ ഒരു മനുഷ്യനൊരു കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കാനുള്ള ഒരാളെ ഈ കൊണ്ടുപോവാ, അങ്ങനെ ആകുമ്പോഴല്ലേ ഞാൻ ഒരാളെ പറ്റിച്ചു എന്ന് പറയാം. ഞാൻ എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ആയിട്ടും ഞാൻ എൻ്റെ ഇടപാടിൽ ഒരാൾ വ്യക്തി പോലും ഒരു രൂപ പോലും കൊടുക്കാനില്ല എന്നുള്ളതാണ് ബോച്ച് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ നാട്ടിലെ എല്ലാ വ്യക്തികളും നമ്മൾ നമ്മൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എല്ലാം സാജൻ്റെ ചാനലിൽ അത്യാവശ്യം ഒത്തിരിയുള്ള ആൾക്കാരാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ ലൈവ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്നും കേൾക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഇതിലൂടെ തന്നെ നമ്മൾ പറയണ്ടേ. പിന്നെ നമ്മൾ മനസ്സിലുണ്ട് നമുക്കിങ്ങനെ ഇത്തരത്തിൽ ചെയ്യുന്നത് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒരു വീഡിയോ ചെയ്ത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് എത്തിക്കുക, ജനങ്ങൾ അതിങ്ങനെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ബോച്ചയൊക്കെ മൂപ്പർക്ക് അതിനനുസരിച്ചുള്ള മറുപടിയൊക്കെ എന്നും കൊടുക്കുന്നുണ്ട്. എന്നും മൂപ്പർക്ക് ഒഴിവ് കിട്ടുന്നതനുസരിച്ച് മൂപ്പർ അതിന് റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കുറേ ആൾക്കാരൊന്നും മൂപ്പർക്കെതിരെ ഒന്നും അങ്ങനെ റീപ്ലൈ കൊടുക്കാനോ അതിനുള്ള സാഹചര്യങ്ങളോ സമയങ്ങളോ ഒന്നും കണ്ടെത്താറില്ല. അപ്പോൾ സാജനം കുടുങ്ങിയിരിക്കുകയാണ്. എല്ലാം മൂപ്പർ കടിച്ച പാമ്പിനെ കൊണ്ടാണ് വിഷം എടുക്കുക എന്ന് പറഞ്ഞ പോലെ മൂപ്പരൊരു തൊഴിലായിരുന്നു അത്. ഇതിങ്ങനെ യൂട്യൂബിൽ ഇടുക, ആൾക്കാരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരിക. അപ്പോൾ ഷാജൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല തുടർച്ചയായി ബോച്ച് അതേപോലെ തന്നെ വീഡിയോസ് ഇട്ടിട്ട് അതിനനുസരിച്ചുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബോച്ചയ്ക്ക് അത്യാവശ്യം റീച്ച് വരൽ തുടങ്ങി, ഷാജനും ആകെ കുടുങ്ങി. അതിലാണ് മനസ്സിലാവാനുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പച്ചക്കറി കട നടത്തുന്നത് പോലെ കുറച്ച് കേട് വന്നതും കുറച്ച് നല്ലതും വെച്ചിട്ട് എല്ലാതും നല്ലതാക്കിയാൽ നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മതി. സാജൻ കുറച്ച് വാർത്തകൾ നല്ലതും കുറച്ച് ഇതേപോലത്തെ പ്രമുഖന്മാരൊക്കെ പിടിച്ചിട്ട് കുറച്ചും കൂടി അപ്ലോഡ് ചെയ്താൽ കുറച്ചും കൂടി റീച്ച് കിട്ടും എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഇതിന് സംഭവിച്ചിട്ടുള്ളത്. സാജൻ്റെ വാർത്തകൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കലുണ്ട്, അതൊക്കെ കുറച്ച് റിയലായിട്ട് തന്നെ മൂപ്പര് പറയാറുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങളും ശ്രദ്ധിക്കുക, അത്രയും ഞാൻ ഈ വീഡിയോ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ.